പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥി വീടുകൾ കയറി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ്. കൊച്ചി എങ്ങനെയാണ്? ടൈറ്റ് ആണോ? എന്താണ് അവസ്ഥ? കൊച്ചി വളരെ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരും. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ഭരണവിരുദ്ധതയുണ്ട്. ഈ 10 വർഷക്കാലത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള കൊച്ചിക്കാരുടെ ഒരു പ്രതിഷേധ വോട്ട് കൂടിയുണ്ട്. ഒന്ന്, കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ്. ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി കേഴുകയാണ്. ഒരു പരിഹാര മാർഗങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ല. അതുമാത്രമല്ല, ഒരു വെള്ള ഭീഷണിയുണ്ട്, കടലാക്രമണമുണ്ട്, പൊതുഗതാഗത സംവിധാനം തകർന്നു കിടക്കുകയാണ്, തീരദേശ റോഡിനെ കുറിച്ചിട്ടുള്ള ആശങ്കകളുണ്ട്. അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ഏത് മേഖലയിൽ പോയാലും ജനങ്ങൾക്ക് പരാതി പറയാനുണ്ട്. അതിനെല്ലാം എതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധ വോട്ട് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. പൊതുവെ കൊച്ചി ഒരു UDFന് മേൽക്കൈയുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന് അനുകൂലമായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. ഇപ്രാവശ്യം ആ കാര്യങ്ങൾ തിരിച്ചുപിടിക്കുക എന്നതാണ് ഷിയാസിന് മുന്നിലുള്ള ദൗത്യമായി പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ? തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ 2 ടൈം നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ്. കൊച്ചി എന്നും UDFനോടൊപ്പമായിരുന്നു. പല കാരണങ്ങൾ മൂലമാണ് അത് നഷ്ടപ്പെട്ടത്. ഈ തവണ ഞങ്ങളത് തിരിച്ചു പിടിക്കാൻ കയ്യും മെയ്യും മറന്നാണ് UDF പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ചിറങ്ങിയിരിക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥി പറയുന്നത് വികസനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. തനിക്ക് അനുകൂലമാകുന്നു. ഒരു വികസനമല്ല. വികസനം ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എല്ലാ മേഖലകളും നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾ പോയി ചോദിക്കുക ജനങ്ങളോട് എന്ത് തരത്തിലുള്ള വികസനമാണ് ഇവിടെ നടന്നതെന്ന്. നിങ്ങളത് ചോദിക്കുക. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ MLA പറഞ്ഞല്ലോ, കുടിവെള്ളത്തിനൊരു പ്രശ്നമില്ലെന്ന്. എത്ര സ്ഥലത്താണ് കുടിവെള്ളത്തിന്? ചെല്ലാനം, കണ്ണമാലി, കുമ്പളങ്ങി, ഈ കോർപ്പറേഷൻ്റെ എത്ര ഡിവിഷനുകളിലാണ് കുടിവെള്ളം കിട്ടാത്തത്? അപ്പോൾ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണ്ടേ? എത്ര പേരുടെ പരാതിയാണുള്ളത്? പണം കൊടുത്ത് എല്ലാ മാസവും വെള്ളം വാങ്ങുന്നത് ഈ നാടിൻ്റെ വികസനമാണ്. ആശുപത്രിയിൽ ചികിത്സയില്ലാത്തത് ഈ നാടിൻ്റെ വികസനമാണ്. ഒരു വെള്ള ഭീഷണി. വർഷത്തിൽ 11 മാസവും ഈ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് ഉപ്പുവെള്ളം കയറി വീടും വാഹനങ്ങളെല്ലാം തകരുന്നത് ഈ നാടിൻ്റെ വികസനമാണ്. തീരദേശ റോഡുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആശങ്ക ഈ നാടിൻ്റെ വികസനമാണ്. പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള പ്രദേശത്ത് കടൽഭിത്തി നിർമ്മാണം, അതിൻ്റെ പേരിൽ ഉദ്ഘാടനം നടത്തി അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷനോ ഫിനാൻഷ്യൽ സാങ്ഷനോ കിട്ടാതെ ജനങ്ങളെ പറ്റിച്ചത്, അതാണ് വികസനമെന്ന് പറയുന്നത്. കൊച്ചിയെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഈ ലത്തിൻ വോട്ടുകൾക്ക് ആർക്ക് അനുകൂലമാകും എന്നുള്ള ചർച്ചകൾ പലതുണ്ട്. എങ്ങനെയാണ് അതിനെ? അങ്ങനെയൊന്നും ഓർത്തില്ല. ജനങ്ങളെല്ലാവരും ജനാധിപത്യ മതനിരപേക്ഷരായിട്ടുള്ള ആളുകളാണ് എല്ലാവരും. അവർ UDFനോടൊപ്പമാണ്, മതനിരപേക്ഷരായിട്ടുള്ള പാർട്ടിയോടൊപ്പമാണ്. കോൺഗ്രസിനോടൊപ്പം ഈ നാട്ടിലെ ജനാധിപത്യ മതനിരപേക്ഷരായിട്ടുള്ള മുഴുവൻ ആളുകളുണ്ടാകും. എന്നാലും വിജയപ്രതീക്ഷയുമായി മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് നീങ്ങുകയാണ്. പ്രചാരണ പ്രവർത്തനങ്ങളുമായി വീടുകൾ കയറി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.